നമ്മുടെ ആശമാരെല്ലാം ഉറച്ച തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥരും എല്ലാവരും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ശ്രമിച്ചിട്ടും അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊന്നും ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആശമാരും. ഇനിയും നൂറുകണക്കിന് ആശമാർ ഇവിടെ എത്തിച്ചേരും. ഞങ്ങൾ പാർട്ടി ക്ലാസ്സിലല്ല ഇരിക്കുന്നത്. ഈ ലോകത്തിനെ കുറിച്ച് നിങ്ങളുടെ CIT നേതാക്കന്മാർക്ക് അറിയാവുന്നതിനെ കുറിച്ച് അതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ആശമാർക്കറിയാം. ഇന്ന് ഏത് ഓഫീസിൽ എന്തപേക്ഷ കൊടുക്കണം, ഏത് ഓഫീസിൽ നിന്നാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് ആൾക്കാർ ആശമാരോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നിങ്ങളുടെ ഏതെങ്കിലും CIT നേതാക്കന്മാർ അവർക്ക് പറയാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റും. നമ്മളെ ക്ഷേമിച്ചു ഇളമനങ്കരിൽ നമ്മളെ ക്ഷേമിക്കാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത്? നമുക്കെല്ലാവർക്കറിയാം, ആശമാർക്കെതിരെ കുറച്ച് അംഗൻവാടിക്കാരെയും കുടുംബശ്രീക്കാരെയും ഹരിതകർമ്മസേനക്കാരെയും കൊണ്ടുവന്ന് നമ്മുടെ മാധ്യമ സുഹൃത്തിന് ബിഗ് സല്യൂട്ട്. നമ്മുടെ സുഹൃത്തുക്കൾ, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ചാനല് എന്തെങ്കിലും സർവേ എന്നാൽ ഉടനെ വിളിക്കും ആശമാരെ. ഞാൻ പറയാം, പോയി പണി നോക്കാൻ പറയും. കാര്യം ആശമാര് പഞ്ചായത്തിന് സർവേ എടുത്തു കൊടുക്കേണ്ട കാര്യം ആരോഗ്യ മേഖലയിലുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ആശമാരെ പട്ടിയെ പൂച്ചേരെ എല്ലാവരെയും കണക്കെടുക്കാൻ നമ്മളെയാണ് പറഞ്ഞു വിടുന്നത്. ആശമാരെ ഇവരെ ഇനി ഉപയോഗിച്ചെങ്കിൽ അതിന് തക്ക കൂലി കഴിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ. 21,000 രൂപ എന്ന് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഈ കേരളത്തിൽ നിജമായ വേദനമാണ്. മുന്നോട്ട് വന്നിട്ടോ
ഇന്നലെയും മെനഞ്ഞാന്നുമായി സർക്കാർ നേരിട്ട് നമ്മുടെ ഉപരോധത്തെ തടയുവാൻ ഇന്ന് കേരളം മുഴുവൻ നിർബന്ധിത ട്രെയിനിങ് വെച്ചു. ആ ട്രെയിനിങ്ങിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അത് മുടക്കിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആശാവർക്കർമാർ. ഈ കേരളത്തിലെ 26,125 ആശാവർക്കർമാര് മനസ്സുകൊണ്ടിപ്പോൾ ഇവിടെയാണ്. അവരെ പൂട്ടിയിട്ടിരിക്കുന്നു. ഈ ഭരണകൂടം നമ്മുടെ ആശാവർക്കർമാരെ വിവിധ ജില്ലകളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. പക്ഷേ കാരണം പാലക്കാട് നിന്ന് ഇപ്പൊ ഫോട്ടോ വരുന്നു. അവർ സ്വന്തം PSLCയുടെ മുന്നിൽ കറുത്ത മാറ്റിയടിച്ചു. ഇത് 50 പേരുടെ സമരമാണെന്ന് ആക്ഷേപിക്കുന്നു. ഈ കേരളത്തിലെ ആശാവർക്കർമാർ ഒരു സംഘടിത ശക്തിയായി വരുന്നു. നമ്മളെ പുറത്തു കണ്ടു അംഗൻവാടി ടീച്ചർമാരും ഹെൽപ്പർമാരും ഇന്ന് മുതൽ അനിശ്ചിതകാല രാപ്പകൽ സമരം ആരംഭിച്ചിരിക്കുന്നു. പണിയെടുക്കുന്ന ആളുകൾ, കൂലിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ പൊരുതാനുറച്ച തെരുവിലേക്ക് വരികയാണ്. നമ്മുടെ സമരങ്ങൾക്ക് ആവേശം, നമ്മുടെ സമരങ്ങൾക്ക് ഊർജം. ഇത് കെട്ടുപോയില്ല, ഇത് കെടാൻ നമ്മൾ അനുവദിക്കില്ല. ഒന്നാമത്തെ ദിവസം മുതൽ നമുക്കെതിരെ കേസുകൾ, ആക്ഷേപം, പരിഹാസ്യം, മ്ലേച്ഛം, അശ്ലീലം. ആര് പറയുന്നു? ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർ. നമ്മൾക്ക് തലകുനിക്കില്ല, നമ്മൾ തലകുനിക്കില്ല. ഏറ്റവും ഒടുവിൽ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് 232 രൂപ ഞങ്ങൾക്ക് അണിഞ്ഞു തരുന്നു. ഞങ്ങൾക്ക് 232 രൂപ വേണ്ട. ഞങ്ങൾക്ക് അന്തസ്സാർന്ന ജീവിതം വേണം. നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ് ഞങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ 700 രൂപ തരുമെന്ന് പറഞ്ഞില്ലേ, അത് ഞങ്ങൾക്ക് വേണം. 700 രൂപ വേണം. 4 വർഷം കഴിഞ്ഞു. 700 രൂപ പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട് മുൻകാല പ്രാബല്യം ചോദിക്കുന്നില്ല. അത് ഞങ്ങളുടെ ഔദാര്യം. ഈ കേരളത്തിലെ സ്ത്രീകളുടെ ശക്തി നമ്മുടെ ഗവൺമെന്റിന് അറിയില്ല.
വരെയും മുന്നോട്ട്, അടിവച്ചടി വെച്ച് മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, പിന്നോട്ടില്ല പിന്നോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്. ഇൻക്ലാബ് സിന്ദാബാദ്. ഒരു വാടക വീട് പോലും ഇല്ലാത്ത രോഗികളായ ക്യാൻസർ ബാധിച്ച കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പറ്റാത്ത, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത വളരെ ഗതികെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമരം ഇറങ്ങിയത്. ഇത് നമ്മുടെ കൂടെ തറവാടാണ്, നമ്മളെ കൂടെ തിരിഞ്ഞു കൊടുക്കുന്ന പൊതുസ്ഥലമാണിത്. നമ്മളിവിടെ കിടക്കും, സ്ത്രീകളെ തെരുവിൽ കിടക്കും. ലോകം കാണട്ടെ, നീതിക്കായി സ്ത്രീകൾ തെരുവിൽ കിടക്കുന്നത് ഈ ലോകം കാണട്ടെ. ഈ കേരളം തീരുമാനിക്കട്ടെ ഇവിടെ ഇങ്ങനെ കിടക്കണോ വേണ്ടോ എന്നുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നു. 35ാമത്തെ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മഹാമൗനം വെടിഞ്ഞ് ആശാവർക്കർമാരെ കുറിച്ച് സംസാരിച്ചത്. അതൊരു ചാനൽ റിപ്പോർട്ടർ അല്ലെങ്കിൽ ചാനലിന്റെ ഉടമ കുത്തിയിളക്കിയപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ മഹാമൗനം വെടിഞ്ഞ് ആശമാരെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാൻ തയ്യാറായത്. എന്താണ് പറഞ്ഞത്? ഏറ്റവും മുന്തിയ പരിഗണന ദിവസം 232 രൂപ തന്നെ കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഏറ്റവും മുന്തിയ പരിഗണന വന്നു എന്ന് അദ്ദേഹം, ഇവിടുത്തെ ആരോഗ്യമന്ത്രിയും ഇവിടുത്തെ ധനകാര്യമന്ത്രിയും ഇടതുപക്ഷത്തിന്റെയും CITUവിന്റെയും മുഴുവൻ നേതാക്കന്മാരും കഴിഞ്ഞ 35 ദിവസമായി പറഞ്ഞ അതേ പല്ലവി ഏറ്റുപാടിക്കൊണ്ടാണ് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ ആശാ സമരത്തെ കുറിച്ച് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? അദ്ദേഹം നിരവധി കാര്യങ്ങൾ പറഞ്ഞു. കാരണം സ്ത്രീകളെയും കുട്ടികളെയും ചേർത്ത് നിർത്താൻ വേണ്ടുന്ന വലിയ പരിപാടികളുണ്ട്. പക്ഷേ ഈ ആശാവർക്കർമാർ ആ സ്ത്രീകളുടെ പരിഗണനയിൽ വരില്ല. അന്തസ്സോടെ അഭിമാനത്തോടെ തെരുവിൽ വന്നു നിന്ന് അവരുടെ അവകാശങ്ങൾ ചോദിക്കുവാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ട് ഈ ആശാവർക്കർമാർ അവരുടെ പരിഗണനയിലുള്ള ഈ സ്ത്രീകളുടെ കൂട്ടത്തിൽ വരില്ല. മുഖ്യമന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഈ 232 രൂപയ്ക്ക് പണിയെടുക്കാൻ ഇനി കഴിയില്ല എന്ന് ഉറച്ചു തീരുമാനിച്ചുകൊണ്ടാണ് കേരളത്തിലെ ആശാവർക്കർമാർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരവുമായി എത്തിച്ചേർന്നത്. പർവ്വത സമാനമായ ബുദ്ധിമുട്ടുകളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ആയിരക്കണക്കിനായി ആശാവർക്കർമാർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് തുടക്കം മുതൽ പറയുന്നത്? ഈർക്കിൽ സംഘടന 500 പേർ തികച്ചില്ല, ഏതാനും ചില ആശാവർക്കർമാർ. എന്നിട്ടെന്റെ കേരളത്തിലെ മുഴുവൻ പോലീസിനെയും ഇവിടെ വിന്യസിച്ചു. മുഴുവൻ ഭരണ സംവിധാനവും CPIM എന്ന ആ സംഘടനയുടെ മുഴുവൻ പാർട്ടി സംവിധാനത്തെയും ട്രേഡ് യൂണിയൻ സംവിധാനത്തെയും ഉദ്യോഗസ്ഥ സംവിധാനത്തെയും 6 ദിവസമായി ഊണുറക്കവുമില്ലാതെ വിന്യസിച്ചുകൊണ്ട് ഈ നാനാവിധമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത്? 26,000-ഓളം വരുന്ന ഏറ്റവും സാധാരണക്കാരായ ദിവസം 232 രൂപ കൂലി വാങ്ങിക്കുന്ന ഈ നിസ്വരായ സ്ത്രീകളെയാണോ നിങ്ങളുടെ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ആരെയാണ്? ഈ നാട്ടിലെ ഏറ്റവും പട്ടിണിപ്പാവങ്ങളായ സാധാരണക്കാരായ
ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന, ഇടതുപക്ഷത്തിന് വേണ്ടി വാദിക്കുന്ന സാധാരണക്കാരായ സ്ത്രീകളെയാണ് നിങ്ങളുടെ ഈ വമ്പൻ സന്നാഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ പരാജയപ്പെടില്ല. ഞങ്ങളുടെ സമരം വിജയിച്ചു നിൽക്കുകയാണ്. ഈ ചരിത്രത്തിലാദ്യമായി ആശാവർക്കർമാർക്ക് ഓണറേറിയം ഈ ഫെബ്രുവരി മാസത്തെ ഓണറേറിയം മാർച്ചിൽ കിട്ടിത്തുടങ്ങി. കുടിശ്ശിക ഒന്നാകെ തീർത്തു. പല ജില്ലകളിലും കിട്ടിത്തുടങ്ങി. പത്തനംതിട്ട അടക്കം പല ജില്ലകളിലും വന്നിട്ടുണ്ട്. സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഓണറേറിയം അടിച്ചിട്ടില്ല. അപ്പോ പാർലമെന്റിൽ നമ്മുടെ വിഷയം കൊണ്ട് തന്നെ എത്തിച്ചു. ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പാർലമെന്റിൽ പറഞ്ഞു. ഈർക്കിൽ സംഘടന 500 പേർ തികച്ചില്ലാത്ത സംഘടന നടത്തുന്ന സമരം ദേശീയ തലത്തിൽ കൊണ്ടുവന്നെത്തിച്ചു. ഇന്ത്യയിലെ 10 ലക്ഷത്തോളം വരുന്ന സ്ത്രീ തൊഴിലാളികൾ എത്ര വലിയ ചൂഷണത്തിന് വിധേയമായാണ് ഈ രാജ്യത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചു. എന്താണ് ഇവിടുത്തെ ഭരണാധികാരികൾ ലോകം മുഴുവൻ ചുറ്റി നടന്ന് അവരുടെ ഭരണത്തിന് കീഴിലൂടെ അങ്ങ് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് വീമ്പ് പറയുമ്പോഴാണ് BBC അടക്കമുള്ള വാർത്താ മാധ്യമങ്ങൾ ഈ ഇന്ത്യയിൽ പണിയെടുക്കുന്ന സ്കീം വർക്കേഴ്സിന്റെ, ആശാവർക്കർമാരുടെ ജീവിതം ഇതാണെന്ന് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിൽ വിജയിക്കുവാൻ നമ്മുടെ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമരത്തിന്റെ ന്യായയുക്തത കൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ സമരമായി ഈ സമരം മാറി അങ്ങനെ നമുക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തിൽ ഐക്യദാർഢ്യമായി ശ്രീമതി KK രമ MLA, പെമ്പിളയൂർ നേതാവ് ശ്രീമതി ഗോമതി, മുൻ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ ബാബു ദിവാകർ അടക്കമുള്ള വിവിധ നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ഇപ്പൊ അസംബ്ലി നടക്കുന്ന സമയമാണ്. നിരവധി നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേരും. തുടക്കത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി ഈ ഔദ്യോഗികമായി ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ ഏവരുടെയും പ്രിയങ്കരനായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VK സദാനന്ദൻ സാറിനെ ഏറെ ബഹുമാനത്തോടെയും ആദരവോടെയും ക്ഷണിക്കുകയാണ്. ആശാ സഹോദരിമാരെ, ഇവിടെ ശ്രീമതി KK രമ MLA ഉൾപ്പെടെയുള്ള മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളുണ്ട്. നമ്മുടെ ഈ സമരം 36ാമത്തെ ദിവസമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ സെക്രട്ടേറിയറ്റ് ഗേറ്റിൽ കഴിഞ്ഞ 36 ദിവസമായി രാവും പകലും വെയിലും കൊടും മഴയും കൊതുകും അതുപോലുള്ള എല്ലാ വിഷമങ്ങളും സഹിച്ചുകൊണ്ട് അനിശ്ചിതമായി തന്നെ നീണ്ടുപോകുന്ന ഈ സെക്രട്ടേറിയറ്റിന്റെ രാപ്പകൽ സമരം ഇന്ന് നമ്മൾ ഒരു നിയമലംഘന സമരമായി ഉപരോധിക്കുകയാണ്. ഈ ഉപരോധം നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ്. നമ്മൾ സമരം തുടങ്ങുമ്പോൾ ഈ രീതിയിൽ നീണ്ടുപോകുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയമാവുന്ന 26,000-ലേറെ വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന് മുമ്പാകെ വെച്ചാൽ അത് വളരെ താമസിയാതെ പരിഹരിക്കപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് ഇത്രയും ക്രൂരമായ രീതിയിൽ അവഗണന നടത്തിക്കൊണ്ട്, പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ കുയുക്തപരമായ
ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനം മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നിസ്സാരമായിട്ട് തള്ളുകയാണ്. ആശമാർക്ക് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞു, സംസ്ഥാന സർക്കാരിനെ ഇനി ഒന്നും ചെയ്യാനില്ല ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞ് കൈയൊഴിയുകയാണ് ചെയ്തിരിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് മറ്റൊരു നേതാവ് വീണ്ടും പ്രഖ്യാപിച്ചു ഇത് അനാവശ്യ സമരമാണെന്ന്. നമ്മുടെ ന്യായയുക്തത, നാം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡുകൾ, നമ്മുടെ ഓണകാര്യം വർദ്ധിപ്പിക്കണം. 233 രൂപയ്ക്ക് ഒരു ദിവസം ഇനിയും പണിയെടുത്തുകൊണ്ട് ഒരു കുടുംബം പുലർത്താൻ കഴിയില്ല. അത് 21,000 രൂപയാക്കണം. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഒരു ദിവസം 700 രൂപ എന്ന മിനിമം വേതനം നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനം, വാഗ്ദാനം, അത് നടപ്പിലാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം പിരിഞ്ഞു പോകുന്ന ആശാ വർക്കർമാർക്ക് 5 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും മിനിമം വിരമിക്കൽ ആനുകൂല്യമായിട്ട് നൽകണം. പശ്ചിമ ബംഗാളിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെ പെൻഷൻ ഉറപ്പാക്കണം. ഇത്തരം ഏറ്റവും ന്യായമായ ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഈ സമരത്തെ അവഗണിച്ചുകൊണ്ടും എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിച്ച് ഇന്നലെ രാത്രി പോലും ഈ ഉപരോധ സമരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് മെഷീനറിയും അവരുടെ പാർട്ടി അംഗങ്ങളും നേതാക്കന്മാരും നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. യുദ്ധകാല അടിസ്ഥാനത്തിൽ പാലിയേറ്റീവ് പരിശീലനം നടത്തുന്നു. ഇന്നലെ രാത്രി 7 മണിക്കും 8 മണിക്കുമാണ് ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. പല സ്ഥലത്തും നാണക്കേടല്ല അതെന്ത് പറയാം. ഇടുക്കിയിൽ നിന്നും വന്നിരിക്കുന്ന നമ്മുടെ സഹോദരിമാർ പറയുകയാണ്, അവിടുത്തെ നഴ്സുമാർ പാലിയേറ്റീവ് ക്ലാസ് കൊടുക്കുന്നവരാണ്. ആ നഴ്സുമാർക്ക് പരിശീലനം കൊടുക്കുകയാണ് രാത്രി 8 മണിക്ക് ഓൺലൈനായിട്ട്. ലജ്ജാകരം. ഈ നാട്ടിൽ പാലിയേറ്റീവ് പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ഇന്നുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ക്വാഡ് പ്രവർത്തനം നടത്തുന്നത് പോലെ നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ വീടുകളിൽ ഈ നേതാക്കന്മാർ കറങ്ങിയിറങ്ങുകയാണ്, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങേയറ്റം നാണക്കേട്. ഇത്രയും ഒരു പരിഗണനയും നിങ്ങൾ കൽപ്പിക്കാത്ത ആളുകളാണല്ലോ ഈ ആശാ വർക്കർമാർ. അവരുടെ ഉപരോധ സമരത്തെ നേരിടുന്നതിന് വേണ്ടി നാണം കെട്ട രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾ ഇത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മൾ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഈ സമരത്തിന്റെ ആവശ്യകതയുടെ ഇടയിൽ തന്നെ ഇന്ത്യയിലെ നമ്മുടെ 26,000 ചില ആശാ വർക്കർമാരാണ് ഈ കേരളത്തിൽ സമരത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലുള്ളത്. പക്ഷേ ഇന്ത്യയിലെ 10 ലക്ഷം നിരവധിയായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുത്തിത്തീർപ്പുകളും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ആശാ വർക്കർമാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് ഈ ഉപരോധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇൻഗ്രാബ് സിന്ദാബാദ്, ആശാ സമരം സിന്ദാബാദ്. എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. ഈ മാധ്യമങ്ങളൊരു സൈഡിലേക്ക് വെച്ചാൽ നന്നായിരുന്നു. കാരണം ഞങ്ങളുടെ പുറകിലുള്ള വലിയ നിര അതിന്റെ പുറത്താണ്. അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒന്ന് അതൊരു സൈഡിലേക്ക് മാറ്റി. സ്ത്രീകൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ പോലും കേട്ടുകേൾവിയില്ലാത്ത ഒരു സമരമാണ്. വളരെ പ്രയാസകരമായ അങ്ങേയറ്റം ബുദ്ധിമുട്ടുകളെയും സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഈ സമരത്തിൽ വന്നിരിക്കുന്നത്. വെയിലുകൊണ്ട് മഴ കൊണ്ട് പട്ടിണി കിടന്ന് സമരം ചെയ്യുകയാണ് എന്നുള്ളത് അത് ജീവിക്കാൻ വേണ്ടിയുള്ള സമരമാണ്. അത് ഒരുപക്ഷെ ഈ AC റൂമുകളിലും ചില്ലുമേടകളിലും ഇരിക്കുന്ന ഭരണാധികാരികൾക്ക് അതിന്റെ പ്രയാസങ്ങൾ മനസ്സിലാവില്ല. ഇവിടുത്തെ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതം, ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് താഴേക്കിടയിലുള്ള ജനതകൾ എന്നുള്ളത്. നമ്മുടെ ആരോഗ്യരംഗം നമ്പർ 1 ആണ് എന്നതാണ് കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും നാൾക്കുനാൾ
ഒരു കൂലിയും പ്രതീക്ഷിക്കാതെ വലിയ വരുമാനങ്ങൾ കിട്ടുമെന്ന് യാതൊരു ആഗ്രഹവുമില്ലാതെ ആശയറ്റ ആശമാരാണ് ഈ നാടിനെ സംരക്ഷിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. പക്ഷേ അവരുടെ ആശ പൂർത്തീകരിക്കാൻ അവര് മുന്നോട്ട് വെച്ച ഈ ഡിമാൻഡ് മിനിമം കൂലി 233 രൂപ കൊണ്ടൊരു ദിവസം ഒരു കുടുംബത്തിന് പൊല്ലാൻ കഴിയില്ല എന്നുള്ള വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, തങ്ങളുടെ കുട്ടികളെ പറ്റാൻ സാധിക്കുന്നില്ല, ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ 24 മണിക്കൂറും ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്നു. ഓരോ ദിവസവും വീടുകൾ കയറിയവരെ കണക്കുകൾ ശേഖരിക്കുന്നു. ഓരോ അസുഖങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ഹെൽത്ത് റിപ്പോർട്ട് നടത്തുന്നു. ഇവിടുത്തെ JPHമാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കുന്നില്ല. കണ്ണു തുറക്കാത്ത ഹൃദയമില്ലാത്ത ഭരണാധികാരിയാണ് ഈ നാട് ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ സമര ശക്തിക്ക് മുന്നിൽ, ഈ സ്ത്രീകളുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ തോറ്റു മടങ്ങുക മാത്രമേ നിങ്ങൾക്ക് നിവർത്തിയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ തോറ്റുപോകും. ഇവിടെ പണിയെടുക്കുന്നവരാണ്, ഇവിടെ അധ്വാനിക്കുന്നവരാണ്. നിങ്ങളുടെ മറ്റ് സൗകര്യം കണ്ട് ഇവിടെ നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ആശമാരുടെ ഈ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ അത് നിറവേറ്റാൻ ആവശ്യമായ പ്രഖ്യാപനത്തിൽ അതിന്റെ ചർച്ചയിലേക്ക് കിടക്കാൻ നിങ്ങൾ തയ്യാറാകണം. ഇന്നലെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുമ്പോൾ വളരെ പരിഹാസത്തോടെ ഓരോ തരത്തിലും ഇത് അനുകൂലമായ സമീപനമാണ് എന്ന് നമുക്ക് ആ വാക്കുകളിലെ തോന്നൽ കേട്ടിട്ടില്ല. 35 ദിവസത്തിന് ശേഷം പ്രതികരിച്ചിട്ടും ഈ സമരത്തെ ഞങ്ങൾ കാണുന്നു. അവരുമായിട്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യും, അവരെ ഞങ്ങൾ വിളിച്ചിരുത്തും എന്നൊരു വാക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി പറയണ്ടേ? നിങ്ങൾ എത്ര സമരം നടത്തിയതാണ്, എത്ര സമരം കണ്ടവരാണ്? ആ സമരങ്ങൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുക? ചർച്ച നടത്തി യുക്തമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുന്നില്ലേ? ഇവിടുത്തെ സ്ത്രീകളെ ഈ തൊഴിലെടുക്കുന്ന തൊഴിലാളികളെ പ്രഖ്യാപിക്കാൻ വേണ്ടി തയ്യാറാകണം. അങ്ങനെ പ്രഖ്യാപിക്കുന്നത് വരെയുള്ള സമര പരിപാടികളുമായിട്ടാണ് പോകുന്നത്. ഇവിടെ കിടന്ന് സമരം ചെയ്യാൻ നിങ്ങൾ ഈ ഓട്ട് കിടന്ന് സമരം ചെയ്യുന്നത് ഇന്നത്തെ വേണ്ടി മാത്രമല്ല, നാളെ തലമുറകൾക്ക് വേണ്ടി കൂടിയാണ്. 26,125 ആശമാരുണ്ട് എന്ന് പറയുമ്പോൾ ഈ ആശമാരെല്ലാം ഇവിടെ എത്തിയിട്ടില്ലല്ലോ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. വളരെ ചെറിയൊരു ഭാഗം മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നതായിരിക്കും നാളത്തെ പരിഹാസം. എന്തുകൊണ്ട് എത്താതിരിക്കുന്നു? തദ്ദേശ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ CPM ആണ് ഏറ്റവും ഭൂരിഭാഗമുള്ളത്. ആ CPM നിയന്ത്രിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ അവരാ ആശമാരെ തീരുമാനിക്കുന്നത്. അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. പക്ഷേ നിങ്ങളോടൊപ്പം വന്നിരിക്കാൻ അവർക്ക് സാധിക്കില്ല. കാരണം ഭീഷണിയാണ് അപ്പുറത്തെ. ആ ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭീഷണി അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ക്ലാസ് വെച്ചിരിക്കുന്നത്. ട്രെയിനിങ് എത്ര ട്രെയിനിങ് കിട്ടിയിട്ടാണ് തയ്യാറല്ല. അതുകൊണ്ട് ഈ ഉപരോധ സമരം നമ്മളെ തടയാത്തതുമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഈ ഉപരോധ സമരം നടത്തിക്കൊണ്ട് ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പറയുന്നത്, നിങ്ങൾക്ക് നാളെ 36 ദിവസമായിട്ട് സ്ത്രീപക്ഷ ഗവൺമെന്റ് നേരത്തെ ആശ പറഞ്ഞില്ല, സ്ത്രീ സുരക്ഷയ്ക്ക് തോൽവി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. കക്കൂസിന്റെ മൂലം ട്രെയിനിന്റെ ബാധിക്കണം രണ്ടാമത്തെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് സുരക്ഷിതത്വം? തൊഴിലെടുക്കുന്നവന് സുരക്ഷിതത്വമില്ല. കടുത്ത തൊഴിൽ ചൂഷണം. നമ്മുടെ സമരം ഇന്ന് രാജ്യത്തെമ്പാടും ചർച്ചയായി. പാർലമെന്റിന്റെ ഇരു സഭകളിലും ചർച്ച ചെയ്യുവാൻ നിർബന്ധിതമായി. വേതനം വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വരുന്നു. അങ്ങ് രാജ്യസഭയിലും പാർലമെന്റിലുമൊക്കെ നമ്മുടെ വിജയം ഈ കൊച്ചു കേരളത്തിൽ, ഈ തലസ്ഥാന നഗരിയിൽ തുടങ്ങിയ സമരം ഇന്ന് ഇന്ത്യയിലെ മുഴുവൻ ആശാവർക്കർമാർക്കും പ്രതീക്ഷയേകുന്ന ഒരു സമരമായി മാറിയിരിക്കുന്നു. BBC അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ അധ്വാനിക്കുന്ന ജനങ്ങളാണ് ഈ രാജ്യത്ത് കാണുന്ന ഈ സകല വികസനവും ഈ രാജ്യത്തെ ചർച്ച ചെയ്യുന്നു. പാർലമെന്റിന്റെ ഇരു സഭകളും ചർച്ച ചെയ്യും. ഇപ്പോ നിങ്ങളുടെ ഈ സമരത്തിൽ നിന്ന് അവർ പിന്തിരിപ്പിച്ചു നിർത്തിയിരിക്കുന്ന കുറച്ച് ആശാവർക്കർമാരുണ്ട്. അവരുടെ എല്ലാം ആത്മാവ് നിങ്ങളോടൊപ്പം, അവരെല്ലാവരും മനസ്സ് നിങ്ങളോടൊപ്പം.
അതിലെല്ലാവരെയായി ഇന്ന് കേരളത്തിലെ ഓരോ സാധാരണ കുടുംബത്തും ആശാവർക്കർമാരുടെ സമരം ചർച്ച ചെയ്യുന്നു. ആ വീട്ടമ്മമാരുടെ നിങ്ങൾ ബന്ധപ്പെടുന്ന ദൈനംദിനം നിങ്ങളുടെ ജോലിയുടെ ഭാഗമായി ഇത്രയധികം സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു തൊഴിലാളിയുണ്ടോ ഇവിടെ? നിങ്ങൾ ഏത് തൊഴിലാളികൾ എല്ലാം വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുക്കുന്ന വർക്കർമാരെ തൊഴിലാളികളെ കുറിച്ച് നമുക്കറിയാം. അവരെല്ലാം ആ സ്ഥാപനത്തിൽ ചെന്നുകൂടി. ഇതല്ല ആശാവർക്കർമാരെന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ സാധാരണക്കാരായ ഓരോ കുടുംബത്തിലും ദൈനംദിനം കയറിയിറങ്ങി അവരുടെ ജീവിത പ്രയാസങ്ങൾ പങ്കുവയ്ക്കുന്നവരാണ്. അവരെല്ലാവരും നിങ്ങൾ ഈ 36-ാമത്തെ